നമസ്കാരം and welcome to SpiceandBuds. ചിക്കൻ കട്ട്ലറ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബേക്കറി ടേസ്റ്റിൽ ഒരു സൂപ്പർ ചിക്കൻ കട്ട്ലറ്റ് ആണ്. ഇതിനു വേണ്ടി ഒരു 500 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് എടുത്തു വയ്ക്കാം. അടുത്തതായി ഒരു 3 ഉരുളക്കിഴങ്ങ് ഉപ്പും ചേർത്ത് വേവിച്ച് മാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ഒരു ചെറിയ ബീറ്റ്റൂട്ടും വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് വഴറ്റാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ചിക്കൻ വേവിച്ച് ബാക്കി വന്ന വെള്ളം. അടുത്തതായി 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും ബീറ്റ്റൂട്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും പൊട്ടറ്റോയും ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സ് ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നിയാൽ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കാം. അവസാനം 1 ടീസ്പൂൺ നാരങ്ങാ നീരും അരിഞ്ഞു വെച്ച മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം ചെറിയ ബോൾസായി ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള കട്ട്ലറ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ബോൾസ് ആക്കിയാണ് മാറ്റേണ്ടത്. ഇനി ഇതിനെ കട്ട്ലറ്റ് ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതാ ഇതുപോലെ. ഞാനിപ്പോൾ ഇതിനെ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിലും ആക്കാം. ഇനി കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടാതെ ഒരു നുള്ളു ഉപ്പും പെപ്പറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കോട്ടിങ്ങിന് വേണ്ട മറ്റു 2 സാധനം മൈദയും ബ്രെഡ് ക്രംസും ആണ്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച കട്ട്ലറ്റ് എടുത്ത് ആദ്യം ഒന്ന് മൈദയിൽ മുക്കിയെടുക്കാം. പിന്നെ മുട്ടയിൽ, അവസാനം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് എടുക്കണം. ഇങ്ങനെ എല്ലാ കട്ട്ലറ്റും റെഡിയാക്കി എടുക്കണം. ഇനി ഇതിനെ മീഡിയം ഹീറ്റിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മതി. ഇനി ഉടനെ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ച ശേഷം ഫ്രൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറക്കാതെ SpiceandBuds ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.